കോഴിപ്പള്ളി റോക്ക് ഗാർഡൻ റെസിഡൻസ് അസോസിയേഷൻ വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനം ആചരിച്ചു. 2024 കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജേതാവ് പോൾസൺ കൂത്താട്ടുകുളത്തിന് യോഗത്തിൽ സ്വീകരണം നൽകി. റോക്ക് ഗാർഡനോടുള്ള നന്ദി സ്നേഹവും ആദ്യമേ തന്നെ അറിയിക്കുന്നു. പരിപാടി എല്ലാവരും കാണാറുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാറുണ്ടോ? പ്രോഗ്രാം കാണാറുണ്ടോ? തീർച്ചയായിട്ടും കാണണം. നിങ്ങളുടെയൊക്കെ എന്താ പറയുക, പ്രാർത്ഥനയും പ്രോത്സാഹനം കൊണ്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് നമുക്ക് കിട്ടിയത്. ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു അവാർഡല്ല, കിട്ടുമെന്ന് പ്രതീക്ഷയല്ല. കാരണം എന്നെപ്പോലെ നൂറുകണക്കിന് ആർട്ടിസ്റ്റുകളുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ പ്രോഗ്രാമായിട്ട് മുൻപോട്ട് പോകുന്നത്. അപ്പോൾ സർവേശ്വരനോട് നന്ദി പറയുന്നു. ആദ്യമേ എന്നെ വിളിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ശ്രീജിത്താണ് ആദ്യം വിളിച്ചത്. ശ്രീജിത്ത് വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ജിവി ചേച്ചിയാണ് വിളിച്ചത്. ചേച്ചി 2 ദിവസം മുമ്പ് വീട്ടിൽ വന്ന് ഒരു ആദരവ് നടത്തി. രണ്ടാമതും ചേച്ചിയുടെ നേതൃത്വത്തിൽ തന്നെ എന്നെ വിളിച്ചു. പുറത്ത് ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ ആദ്യമായിട്ടൊരു ആദരവ് നമ്മുടെ കോഴിപ്പള്ളി തന്നെ, എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ. അതിന് വളരെയധികം സന്തോഷം. ഇനി നാളെ കൂത്താട്ടുകുളത്ത് ആദരവ് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ ഒക്കെ ആദരവുണ്ട്. നാളെ ഷൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് അതിന് പങ്കെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. എന്തായാലും ഇന്ന് വരാൻ സാധിച്ചത് എനിക്ക് വളരെയധികം സന്തോഷം. നമ്മുടെ നാട്ടിൽ വന്നാലും പിന്നെ എവിടെയാണ് വരേണ്ടത്? അസോസിയേഷൻ പ്രസിഡന്റ് ജിബി സാബു അധ്യക്ഷത വഹിച്ചു. ശ്രീവിദ്യ സഞ്ജിത്ത് സ്വാഗതം ആശംസിച്ചു. മുതിർന്ന അമ്മമാരായ ശാരദാ ബാലകൃഷ്ണൻ, ചിന്നമ്മ കുഞ്ഞപ്പൻ, കാർത്തികേയനി പൊന്നപ്പൻ, ലക്ഷ്മിക്കുട്ടി ദാമോദരൻ, കൗസല്യ കരുണാകരൻ, വത്സലകുമാരി, രാധാകുട്ടപ്പൻ, ലീലാകുമാരൻ എന്നിവരെ പോൾസൺ കൂത്താട്ടുകുളം പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിച്ച ഷിജി ശശിധരൻ, മികച്ച സാമൂഹ്യ പ്രവർത്തക ജിബി സാബു, പൊന്നി കൃഷ്ണൻ, ഗായികയും അധ്യാപികയുമായ രാജി പ്രശാന്ത്, ഏലിയമ്മ ജേക്കബ് എന്നിവരെ ആദരിച്ചു. അശോക് കുമാർ കാളശ്ശേരിൽ, സിന്ധു സുരേഷ്, സജേഷ് ശശി, പൊന്നി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇതിനത്തെപ്പറ്റി പറയുന്നതിന് മുമ്പ് ശ്രീ പോൾസനോട് ഇരിക്കുന്നതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു. നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് ടി വിയിലാണ്. അതായത് മഴവിൽ മനോരമയിൽ ഇദ്ദേഹവും കൂട്ടുകാരൻ ഭാസി അല്ലേ. ഒരിക്കൽ ആദ്യമായിട്ട് വന്നപ്പോഴാണോ രണ്ടാമതായിട്ട് വന്നപ്പോഴാണോ എന്ന് എനിക്ക് നല്ല നിശ്ചയമില്ല. അപ്പോൾ അവിടുന്ന് ചോദിച്ചു, എവിടാ പോൾസിൻ്റെ വീട്? പറഞ്ഞു കൂത്താട്ടുകുളം. അത് കേട്ടപ്പോൾ ഞാനൊന്ന് നെഞ്ചൊന്ന് വിരിച്ചിരുന്നു. നമ്മുടെ നാട്ടുകാരനാണോ? കാരണം ഇദ്ദേഹത്തിൻ്റെ പരിപാടികൾ കണ്ടിട്ട് ചിരിക്കാത്തവരായിട്ട് മലയാളികളായിട്ട് ആൾക്കാരുണ്ടാവില്ല. ഇത് കുറച്ചു മുമ്പ് ടീച്ചർ പറഞ്ഞു ലോകമെമ്പാടും അറിയപ്പെടുമെന്ന്. അദ്ദേഹത്തെ ഓൾറെഡി ലോകത്തുള്ള എല്ലാ മലയാളികളും അറിയും. കാരണം അത്രയ്ക്ക് പ്രശസ്തനാണ് അദ്ദേഹം ഓൾറെഡി. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. എനിക്ക് മാത്രമേ അദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ലാത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും അറിയാം. നാട്ടുകാരൻ മാത്രമല്ല അയലോകക്കാരനുമായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ബാക്കി എല്ലാവർക്കും ഇദ്ദേഹത്തിനും അറിയാം. അവസാനം ഞാൻ മാത്രം പുറത്തായി. പുരസ്കാര ജേതാവ് ശ്രീ പോൾസൺ കൂത്താട്ടുകുളം, അതുപോലെ ഇവിടെ ആദരിച്ച അമ്മമാർ, മറ്റ് കുടുംബാംഗങ്ങളെ, ഇന്ന് നമ്മുടെ വിശിഷ്ട അതിഥിയായ എത്തിയ പുരസ്കാര ജേതാവ്, അതുപോലെ തന്നെ നമ്മുടെ കൂത്താട്ടുകുളത്തിൻ്റെ തന്നെ അഭിമാനമായി മാറിയ, അങ്ങനെ തന്നെ പറയാം, കൂത്താട്ടുകുളത്തിൻ്റെ അഭിമാനമായി മാറിയ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാര ജേതാവ്, നമ്മുടെ ഹാസ്യ സാമ്രാട്ട്, ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാം, ഹാസ്യ സാമ്രാട്ട് ശ്രീ പോൾസൺ കൂത്താട്ടുകുളത്തിന് നമ്മുടെ റോക്ക് ഗാർഡൻ കുടുംബാംഗങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പക്ഷി പോലെ കാതോട് കാതോരം തേൻചോരുമാ മന്ത്രം ഈണത്തിൽ നീ ചൊല്ലി. വിഷു പക്ഷി പോലെ കാതോട് കാതോരം തേൻചോരുമാ മന്ത്രം ഈണത്തിൽ നീ ചൊല്ലി. വിഷു